നമുക്ക് തമിഴ്നാട്ടിലേക്ക് പോകാം. നമ്മുടെ അയൽ സംസ്ഥാനമാണ്. കുറേയധികം മലയാളി ആരാധകരുള്ള നടൻ കൂടിയാണ് വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കാൻ പോവുകയാണ്. പുതിയ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. കന്നി തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം തമിഴ്നാട് ഗവർണർക്ക് മുന്നിൽ ഭൂരിപക്ഷം തെളിയിച്ചതിനു ശേഷം എല്ലാ തർക്കങ്ങൾക്കും ഒടുവിൽ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് എത്തുകയാണ് തമിഴക വെട്രി കഴകത്തിന്റെ കരുത്തുറ്റ മുഖം, കരുത്തുറ്റ നേതാവ് ജോസഫ് വിജയ്. TVKയുടെ 108 MLA-മാർ, കോൺഗ്രസിന്റെ 5 MLA-മാർ, ഇതിനു പുറമെ VCK, ഇടത് പാർട്ടികൾ, IUML എന്നിവരും വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടുകൂടി അംഗസംഖ്യ, അതായത് 120 അംഗങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ജോസഫ് വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. യുവ വോട്ടർമാരാണ് വിജയ്ക്ക് ഈ വമ്പൻ ജയം നേടിക്കൊടുക്കാൻ ഏറ്റവും വലിയ ശക്തിയായി മാറിയത്. പാർട്ടിയുടെ MLA-മാരിൽ ഭൂരിഭാഗവും യുവാക്കളാണ്. ശരാശരി പ്രായം 45 TVKയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ MLA-യുടെ വയസ്സ് 28 ആണ്. ഒരു യുവത്വം നിറഞ്ഞ പാർട്ടിയാണ്, യുവാക്കളെ നിറഞ്ഞ പാർട്ടിയാണ് എന്നുള്ളതാണ് TVK നേതാക്കൾ പറയുന്ന കാര്യം. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് അത് സത്യപ്രതിജ്ഞാ ചടങ്ങിന് വേണ്ടിയാണ്. ഇനി തമിഴ്നാട്ടിൽ ദളപതി ഭരണമാണ്. മുഖ്യമന്ത്രിയായി വിജയ് അല്പസമയത്തിനകം തന്നെ സത്യപ്രതിജ്ഞ ചെയ്യും. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കൂടി ചെന്നൈയിലേക്ക് എത്തിയിട്ടുണ്ട്. 120 MLA-മാരുടെ പിന്തുണയോടുകൂടിയാണ് TVK സർക്കാർ രൂപീകരിക്കുന്നത്. തമിഴ്നാട്ടിൽ വിജയ് സർക്കാരിൽ കോൺഗ്രസിനും വർഷങ്ങൾക്ക് ശേഷം മന്ത്രിമാരുണ്ടാകാൻ പോവുകയാണ്. മേലൂർ MLA ആയ P. വിശ്വനാഥനും രാജേഷ് കുമാറുമായിരിക്കും മന്ത്രിമാരാവുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 5 ദിവസം നീണ്ട വലിയ അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയിലേക്ക് ജോസഫ് വിജയ് എത്തുന്നത്. 108 സീറ്റിൽ നിന്ന് 120 MLA-മാരുടെ പിന്തുണ ഉറപ്പാക്കിയതിനു ശേഷം ആണ് ഗവർണർ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന്, സർക്കാർ രൂപീകരണത്തിന് അനുമതി നൽകിയത്. അനൂപ് ദാസ് നമുക്കൊപ്പം വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അനൂപ് ദാ, വിജയ് എത്തിക്കഴിഞ്ഞു. ഇനി നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് അവരുടെ പ്രിയപ്പെട്ട താരം, അവരുടെ പ്രിയപ്പെട്ട നേതാവ്, ജനനായകൻ അധികാരമേൽക്കുന്ന ആ കാഴ്ച കാണാൻ വേണ്ടി. അതെ, ജനനായകൻ തന്നെയാണ്. അത്രയധികം ആളുകൾ ആരാധിക്കുന്ന, അവർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച നേതാവ് വിജയ് ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ അകത്തേക്ക് കയറിയിട്ടില്ല, ഹാളിലേക്ക് എത്തിയിട്ടില്ല. വിജയുടെ അച്ഛനും അമ്മയും TVKയിലെ ആദവർദ്ധൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളും എല്ലാം ഇവിടെ എത്തിയിരിക്കുന്നു. MLA-മാരെല്ലാം, TVKയുടെ MLA-മാരെല്ലാം എത്തിയിരിക്കുന്നു. മാത്രവുമല്ല, പാസ് ലഭിച്ച TVK പ്രവർത്തകരും മറ്റും ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ 1 മണിക്കൂർ നേരത്തെ കാത്തിരിപ്പാണ്. സ്വപ്നത്തിലേക്കുള്ള ദൂരം 1 മണിക്കൂർ മാത്രമാണ്. 2 വർഷം മുൻപ് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു, അത് തിരഞ്ഞെടുപ്പിൽ നേരിടുന്നു, ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുന്നു. അനിശ്ചിതത്വങ്ങളുടെ, നാടകങ്ങളുടെ, ശിശുകളുടെ 4 ദിവസം കടന്നു പോകുന്നു. അത് കഴിഞ്ഞ് നമുക്കിവിടെ വലിയ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ചെന്നൈ നഗരത്തിലെ 20 കേന്ദ്രങ്ങളിൽ വലിയ കൂറ്റൻ സ്ക്രീനുകൾ സ്ഥാപിച്ച് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് തത്സമയം കാണിക്കുന്നുണ്ട്. എന്തായാലും ആഘോഷമാണ് ചെന്നൈയിൽ, ആഘോഷമാണ് TVK ക്യാമ്പിൽ, വിജയെ പിന്തുണയ്ക്കുന്നവരുടെ ക്യാമ്പിൽ. വിജേഷ്, പുതുവാശ്ശേരി. നമുക്ക് ഓർമ്മയുണ്ട്, തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് വിജയുടെ ആ വൈകാരികമായ വാക്കുകൾ. 234 മണ്ഡലങ്ങളിലും TVKയ്ക്ക് വേണ്ടി ഞാനാണ് മത്സരിക്കുന്നത്, ഞാനാണ് മുഖം, ഞാനാണ് നിങ്ങളുടെ എല്ലാ മണ്ഡലങ്ങളിലും MLA ഞാനാണെന്ന് പറഞ്ഞ വിജയുടെ വാക്കുകൾ, അത് ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്തു. വോട്ടെടുപ്പിന് തലേനാൾ കൈകൾ തലയ്ക്കുമീതെ കൂപ്പി വിജയ് അപേക്ഷിച്ചു, എനിക്കൊരു അവസരം തരൂ എന്ന്. ആ അവസരം തമിഴ്നാട് കൊടുത്തു, തമിഴ് ജനത കൊടുത്തു. അത് ഇന്ന് മുഖ്യമന്ത്രി കസേരയിലേക്ക് വിജയ് എത്തിക്കുകയാണ്. സ്ക്രീനിലെ സൂപ്പർ താരം പറഞ്ഞ വാക്കുകൾ വിശ്വസിക്കുകയായിരുന്നു തമിഴ് ജനത ചെയ്തത്. ആ അഭ്യർത്ഥന തമിഴകം തള്ളിക്കളഞ്ഞില്ല. ഒരു ബ്ലോക്ക് ബസ്റ്റർ തിരക്കഥയാണ് ശരിക്കും തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്കുള്ള വിജയുടെ എൻട്രി മുതൽ ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിച്ച കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരു ബ്ലോക്ക് ബസ്റ്റർ തിരക്കഥ തന്നെ നമുക്കതിൽ കാണാൻ കഴിയും.
വില്ലനായി നിന്ന് പലരും ഉണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം തരണം ചെയ്ത് അവസാനം വിജയം നേടുന്ന നായകനായി, ജനനായകനായി വിജയ് മാറുകയാണ്. സ്വന്തം ഒരു സൈന്യത്തെ തന്നെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ വിജയ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളൊക്കെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് തൃഷ പുറപ്പെട്ടിട്ടുണ്ട്. മറ്റു പലരെയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അമ്മയുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. I am so happy. Today Anne Dinam. Happy Anne. Happy Women's Day. Sorry, Happy Mother's Day. I am so happy.